ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മക്കും പെങ്ങൾക്കും അളിയനും കൊടുത്തൊരു സർപ്രൈസ് വീഡിയോ ആണ്. എൻ്റെ ചേച്ചിക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടിയിട്ട് ഇപ്പോൾ ഏകദേശം 8 മാസത്തോളം ആയി. ഇതുവരെയായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് അവരുടെ വീട്ടിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എപ്പോഴും വിളിക്കാറുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരാറില്ല. ഒത്തുവന്നാൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം വന്ന് അത് മുടങ്ങിപ്പോകും. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ആരോടും പറയാതെ തന്നെ സർപ്രൈസായിട്ട് ഒരു ദിവസം പ്ലാൻ ചെയ്ത് പോകാനായിട്ട് ഞങ്ങൾ ആലുവ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ്. എക്സൈറ്റ്മെൻറ്റ് കാരണം തന്നെ ട്രെയിനിൻ്റെ സമയത്തിനും 1 മണിക്കൂറോളം മുമ്പേ തന്നെ ഞങ്ങളിവിടെ വന്നു നിന്നു. നമ്മളെങ്ങാണ് പോണത്? അങ്ങനെ ബോറടി മാറ്റാനായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇഷാപ്പിയുടെ കൂടെ കളിച്ച് അവിടെ കുറേ നേരം നിന്നു. ഇഷാപ്പി അതിൻ്റെ ഇടയ്ക്ക് കണകുന്ന സാധനങ്ങൾ കുറേ തിന്നാനായിട്ട് മേടിച്ചു വെച്ച് അവളതൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരുന്നു. പിന്നെ അവളുടെ നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നത് മനസ്സോടെയാണെങ്കിലും അവൾ ഇടയ്ക്ക് ഓരോന്ന് എനിക്ക് തന്നു. പിന്നെ അതിൽ പ്രാവ് വന്നപ്പോൾ പ്രാവിന് കുറേ പോപ്കോൺ ഇട്ട് കൊടുത്ത് അവൾ പ്രാവായിട്ടുള്ള കളികളൊക്കെ തുടങ്ങി. അങ്ങനെ കുറേ നേരം പ്രാവുകളെ കളിപ്പിച്ച് അങ്ങനെ ഞങ്ങളവിടെ നിന്നു. ഏകദേശം 3:45 കൂടിയാണ് ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. പീക്ക് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ട്രെയിനിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത്. ഒരുപാട് നേരം വണ്ടി കാത്തു നിന്ന് പോസ്റ്റ് ആയതിൻ്റെ വിഷമം എല്ലാം അവളുടെ മുഖത്തുണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കാനായിട്ട് അവളോട് കുറേ വർത്തമാനം പറഞ്ഞും കളിച്ചും പാട്ടൊക്കെ പാടിയും അവളെ ഞാൻ അവസാനം സെറ്റാക്കി എടുത്ത് ട്രെയിൻ വിട്ട് ഏകദേശം 10-20 മിനിറ്റ് കൊണ്ട് തന്നെ എറണാകുളത്തെത്തി. എറണാകുളം കഴിഞ്ഞ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പീക്ക് ഓണായി തുടങ്ങി. പിന്നെ അവൾ ഓരോ കാഴ്ചകൾ കാണാനും പാലം കാണുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റും എല്ലാം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പോകുന്ന വഴി വണ്ടി എവിടെയൊക്കെയോ കുറേ നേരം പിടിച്ചിട്ടു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വണ്ടി അവിടെ നിന്ന് എടുത്ത അവസാനം ശരിക്കും ട്രെയിൻ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോഴുള്ള കാഴ്ചകൾ ഇസാപ്പിക്ക് കൗതുകം തന്നെയായിരുന്നു. ഇത് കാണുമ്പോൾ നിങ്ങളായിരിക്കും അവൾ ശരിക്കും ഉറങ്ങിപ്പോയി. ഇല്ല, അവളുടെ ആക്ടിങ് ആണ്. ഞാൻ പാട്ട് പാടുമ്പോൾ അവളും, അവൾ പാട്ട് പാടുമ്പോൾ ഞാനും ഉറങ്ങണം. അതായിരുന്നു ഞങ്ങളുടെ കളി. അങ്ങനെ ഈ പാട്ടിൻ്റെ കളികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ കഥ പറച്ചിൽ തുടങ്ങി. ഇതിൻ്റെയൊക്കെ ഇടയിൽ അടിപൊളി ഒരു മഴയും കഴിഞ്ഞു പോയി. ഇതിൻ്റെ ഇടയിൽ പീക്കുവിന് മിഠായി വേണമെന്ന് പറഞ്ഞ് നൊലോളിച്ച് വാശി പിടിച്ച് കഴിഞ്ഞാൽ അവസാനം അവിടെ നിന്ന് ഒരു മിഠായി മേടിച്ചു കൊടുത്ത് ഏകദേശം 50 രൂപയോളമായി. പക്ഷേ ഇത് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ക്യാഷായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഗൂഗിൾ പേ നമ്പർ മേടിച്ചു. അവന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ നേരത്ത് എന്ത് ചെയ്താൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. ഗൂഗിൾ പേനെ മാത്രം ആശ്രയിച്ച് കയ്യിൽ കാശ് കയറാതെ പോകുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു പണിയാണ് ഇത്. ലാസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്യിച്ചിട്ടാണ് അവിടെ നിന്ന് തടി ഊരിയത്. പിന്നെ അവൾ ട്രെയിനിൽ വെച്ച് വേണമെന്ന് പറഞ്ഞ് ഒന്നും ഞാൻ മേടിച്ചു കൊടുത്തില്ല. കാരണം എങ്ങാനും ഗൂഗിൾ പേ വർക്ക് ചെയ്തില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും, പിന്നെയും പോസ്റ്റ് ഔട്ട്. അങ്ങനെ ഏകദേശം 9:30 കൂടി ഞങ്ങൾ തിരുവനന്തപുരം സെൻട്രലിൽ ഇറങ്ങി. അവിടെ നിന്ന് ഫുഡും കഴിച്ച് ഒരു ഓട്ടോ പിടിച്ച് നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് വിട്ടു. അവരറിയാതെ വന്നുകൊണ്ട് തന്നെ സ്ഥലം കണ്ടുപിടിക്കാൻ ഞങ്ങൾക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും അവസാനം ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ച് കറക്റ്റ് വീടിൻ്റെ അടുത്ത് തന്നെ ചെന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് കാണാനായിട്ട് ഞങ്ങൾക്ക് നല്ല ആകാംക്ഷയുണ്ടായിരുന്നു. കിട്ടിച്ചേട്ടാ കിട്ടിച്ചേട്ടാ അപ്പനറിഞ്ഞ